നമസ്കാരം. ഈ വരുന്ന ഞായറാഴ്ച ഫെബ്രുവരി 1 തൈപ്പൂയാണ്. ശ്രീ സുബ്രഹ്മണ്യ സ്വാമിയുടെ പിറന്നാളാണ്, ജന്മദിനമാണ് അന്നത്തെ ദിവസം. നമുക്കൊരു ജന്മദിനം വരിക, പിറന്നാൾ വരിക എന്നാൽ ഏറ്റവും ഒരു സന്തോഷമുള്ള ദിവസമായിരിക്കും. സുബ്രഹ്മണ്യ സ്വാമിക്ക് ഏറ്റവും സന്തോഷമുള്ള ദിവസമാണ് അദ്ദേഹത്തിൻ്റെ ജന്മദിനം. ഈ ദിവസം നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? തൈപ്പൂയ ദിവസം സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിൽ ദർശനം നടത്തണം. അവിടെ അഭിഷേകം, പഞ്ചാമൃതാഭിഷേകമാണ് ഏറ്റവും നല്ല അഭിഷേകം. പഞ്ചാമൃതാഭിഷേകം നടത്താം. നമ്മുടെ സാമ്പത്തിക സ്ഥിതി പോലെ. അതുപോലെ കുമാരസൂക്ത പുഷ്പാഞ്ജലി നടത്താം, ഭസ്മാഭിഷേകം നടത്താം, പാലഭിഷേകം നടത്താം. ഏതൊരഭിഷേകം ചെയ്താലും ഭഗവാന് പ്രിയമാണ്. ജോലി കാര്യങ്ങൾക്ക് ഉള്ള തടസ്സങ്ങൾ മാറാനായിട്ട് ത്രിമധുരം നേദിക്കുക. ഞായറാഴ്ചയും കൂടി ആയതുകൊണ്ട് കുമാരസൂക്ത പുഷ്പാഞ്ജലി കഴിപ്പിച്ചാൽ നമുക്ക് ധനവർദ്ധനവുണ്ടാവും. സുബ്രഹ്മണ്യ സ്വാമിക്ക് ഏറ്റവും പ്രിയപ്പെട്ട ദിവസമാണ്. ഒരിക്കലെടുക്കുന്നവർക്ക് ഒരിക്കലെടുക്കാം. അതുപോലെ വീട്ടിൽ നെയ് ദീപം കത്തിക്കുക, ഷഡ്കോണ ദീപം കത്തിക്കുക. ഇതെല്ലാം ചെയ്താൽ വളരെ നല്ലതായിരിക്കും. അന്നത്തെ ദിവസം പൗർണമിയും കൂടിയാണ്. പൗർണമിയുടെ പ്രത്യേകത എല്ലാവർക്കും അറിയാവുന്നതാണ്. പൗർണമി ചന്ദ്രന് പൂർണ്ണമായി ബലമുള്ള ദിവസമാണ് പൗർണമി. അത് ഞായറാഴ്ച വന്നിരിക്കുന്നത്. ഞായറാഴ്ച എന്ന് പറഞ്ഞാൽ സൂര്യൻ്റെ ദിവസമാണ്. ആ ദിവസം പൗർണമി കൂടി വരുമ്പോൾ വളരെ ബലമുള്ളൊരു ദിവസമാണ്. ഈ ദിവസം നമ്മൾ പൗർണമിക്ക് എന്താ ചെയ്യുക? ദേവീക്ഷേത്ര ദർശനം നടത്തണം. ദേവീക്ഷേത്രത്തിൽ നെയ്വിളക്ക് സമർപ്പിക്കാം, നെയ്വിളക്ക് കത്തിക്കാം, പായസങ്ങൾ നേദിക്കാം, പാൽപ്പായസം നേദിക്കാം, വെളുത്ത പുഷ്പങ്ങൾ കൊണ്ട് പുഷ്പാഞ്ജലി, ഭാഗ്യസൂക്ത പുഷ്പാഞ്ജലി കഴിക്കാം. ഇതൊക്കെ വളരെ ഇതാണ്. ഗ്രഹങ്ങളിൽ നമ്മൾ എന്താ ചെയ്യേണ്ടത്? നമ്മൾ നെയ്വിളക്ക് 5 തിരിയിട്ട് നെയ്വിളക്ക് കത്തിക്കണം. ഒന്നാമത് ഞായറാഴ്ചയാണ്. 5 തിരിയിട്ട് നെയ്വിളക്ക് കത്തിച്ച് മഹാലക്ഷ്മി അഷ്ടകം, കനകധാരാ സ്തോത്രം, ലളിതാ സഹസ്രനാമം ഇതൊക്കെ ജപിക്കാവുന്നതാണ്. ഒരു ഗ്ലാസ് വെള്ളത്തിൽ നമ്മൾ സന്ധ്യയ്ക്ക് ഒരു ഗ്ലാസ് വെള്ളം അടുത്ത് വച്ച് ലളിതാ സഹസ്രനാമം ജപിച്ച് ആ ജലത്തിൽ നോക്കി നമ്മുടെ ആഗ്രഹങ്ങൾ പറഞ്ഞ് ഈ ജലം അടച്ച് ജനലിൻ്റെ അടുത്ത് വെച്ച് പിറ്റേ ദിവസം രാവിലെ എടുത്ത് കുടിച്ചാൽ ആഗ്രഹങ്ങൾ നടക്കും, ഭാഗ്യം വരും. നമ്മൾ എന്താണോ ആഗ്രഹം, വിവാഹം നടക്കാർക്ക് വിവാഹം നടത്താനും, ജോലിയിൽ പ്രമോഷൻ കിട്ടാനും, ഭാഗ്യം തരാനും, സന്താനലബ്ധിക്കും എന്തിനു വേണ്ടി നമ്മൾ പ്രാർത്ഥിച്ചോ ആ പ്രാർത്ഥന നടന്നിരിക്കും. ഇനി കുടുംബത്തിലേക്ക് മൊത്തം ഐശ്വര്യത്തിൽ പ്രാർത്ഥിക്കുകയാണെങ്കിൽ കുടുംബാംഗങ്ങൾക്ക് എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കാവുന്നതാണ്. വളരെയധികം നല്ല ദിവസമാണ് പൗർണമി ദിവസം. അതുപോലെ തന്നെ അന്ന് ഞായറാഴ്ച ദിവസമാണ്. ഞായറാഴ്ച ദിവസം നമ്മൾ എന്താ ചെയ്യേണ്ടത്? തുളസിക്ക് തീർത്ഥം സമർപ്പിക്കും, സൂര്യഭഗവാന് ജലം സമർപ്പിക്കും. ഓം സൂര്യായ അർക്കായ ദിവാകരായ ഭാസ്കരായ രവിയെ നമഃ ജപിച്ച് കഴിഞ്ഞാൽ നമുക്ക് സർക്കാർ ജോലിയുടെ തടസ്സങ്ങളും ജോലി ബുദ്ധിമുട്ടുകളും അതുപോലെ ആത്മകാരകരായ ആര്യത്തിന് എല്ലുകൾ സംബന്ധിച്ച അസുഖങ്ങൾക്കും വളരെ നല്ലതാണ്. അതാണ് ഞായറാഴ്ചത്തെ പ്രധാനം.